കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചതിൽ പോലീസിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ. ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും 1 കൊല്ലം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. കേസിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തെന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവിടെ കുന്നംകുളം സ്റ്റേഷന് മുന്നിൽ ഇതുപോലെ ഒരു ക്രൈം നടന്നിട്ട് ഇതേപോലെ ലോകമർദ്ദനം ഉണ്ടായിട്ട് സെറ്റിൽമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു ലെവലിൽ വരെ നമ്മളതിനെ കണക്കൂട്ടിക്കൊണ്ടാണ് ഏത് രീതിയിൽ സെറ്റിൽമെന്റ് തയ്യാറാവണമെന്നൊക്കെ നമ്മളോട് ചോദ്യം ഉണ്ടായിരുന്നു. ഇത്ര വരെ ഡിമാൻഡ് ആണെങ്കിലും തരാൻ തയ്യാറാണ്. അതുപോലെ നമ്മളതിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷെ നമ്മളത് കടുത്ത ഒരു നിലപാടെടുത്തു. കാരണം തല്ലിയവരെ എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാന്നുള്ളൊരു നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു CCTV വരട്ടെ, പിന്നെ അവരെ കറക്റ്റ് വ്യക്തത പറഞ്ഞാൽ എന്തായാലും പൊതുജനം എന്തായാലും അറിയണം. അതിനുവേണ്ടി നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. പ്രതികൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സംരക്ഷണത്തിലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. തൃശൂർ DCCയിലെത്തിയ സണ്ണി ജോസഫ് സുജിത്തുമായി കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ മനസാക്ഷിയെയും ഹൃദയങ്ങളെയും നടുക്കിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്നലെ സുജിത്ത് VSനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് SIയുടെ നേതൃത്വത്തിൽ മൃഗീയമായി ക്രൂരമായിട്ട് മർദ്ദിച്ച് അവസാനാക്കിയതിൻ്റെ ചിത്രങ്ങൾ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയത്. കുന്നംകുളം കോടതി, മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണ്, പ്രഥമ ദൃഷ്ട്യാ അവരുടെ പേരിലുള്ള കുറ്റം നിൽക്കുന്നതാണ് എന്ന് കണ്ടിട്ടാണ് കോടതി പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് അത് ഫയൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും കേരള സർക്കാർ ഈ കാര്യത്തിൽ തികച്ചും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല. ഡിപ്പാർട്ട്മെൻ്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് സുജിത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിൻ്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ജെയ്സൺ ചാമളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമളപ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ഒന്ന് പ്രതിരോധത്തിലായതാണ്. എന്നാൽ ഈ വിഷയം സർക്കാരിനെതിരെ ശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ട് സുജിത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയല്ലേ കോൺഗ്രസ്? അതിന്റെ സൂചനയല്ലേ നമ്മൾ തൃശ്ശൂരിൽ ഈ പ്രതികരണത്തിൽ കാണുന്നത്? സുജയ, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നു തന്നെയായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ ക്രൂരമായി സംഘം ചേർന്ന് പോലീസുകാർ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതികരണങ്ങളും പുറത്തു വന്നു. എന്നാൽ ഇത് സംബന്ധിച്ച പോലീസിൻ്റെ പ്രതികരണം അതീവ ദുർബലമായിരുന്നു, പ്രതിഷേധാർഹമായിരുന്നു. ഈ പോലീസുകാർക്കെതിരെയുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയായി എന്നതായിരുന്നു ഇന്നലെ DIG പറഞ്ഞത്. പക്ഷേ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ പോലീസുകാർ, അതായത് പ്രതികളായ പോലീസുകാർ, ക്രിമിനലുകളായ പോലീസുകാർ ഈ സുജിത്തിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് വാഗ്ദാനം ചെയ്തതെന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഇന്ന് സുജിത്ത് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നേരത്തെ തന്നെ പോലീസിൻ്റെ ഉന്നതർ നടത്തിയെന്നതിൻ്റെ തെളിവുകളും പുറത്തു വരും. ദുർബലമായ വകുപ്പുകൾ ചേർത്ത് ആദ്യം ഒരു ആക്ഷൻ, ഒരു ക്രിമിനൽ കുറ്റത്തിന് ഒരു ആക്ഷൻ മാത്രമേ പാടൂ എന്ന സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് കൂടുതൽ നടപടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ട എല്ലാ സംരക്ഷണവും ക്രിമിനലുകളായ പോലീസുകാർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂരിലെ DCC ഓഫീസിൽ KPCC പ്രസിഡന്റ് എത്തി സുജിത്തുമായി കൂടിക്കാഴ്ച നടത്തി. ഈ സംഭവങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തി. ഈ വരുന്ന 10-ാം തീയതി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം അടക്കമുള്ള ആവശ്യങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് വരുന്നു. അതീവ ശക്തമായ സമരപരിപാടികൾക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് ഈ ക്രിമിനലുകളായ 4 പോലീസുകാരും ഇപ്പോൾ തുടരുന്നതടക്കമുള്ള ഗുരുതരമായ പ്രതികരണങ്ങൾ കൂടി കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച തുടർ നടപടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിമിനലുകളായി ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരും തൃശ്ശൂർ നഗരത്തിന് സമീപത്തുമാണ് ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിൽ തുടരുന്നതെന്നതും ഏറ്റവും ആശങ്കാജനകമാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു കർശനമായ നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സുരക്ഷിത സ്ഥാനങ്ങളിൽ നിയമവാഴ്ച നടത്തുന്നതിന് വേണ്ടി പോലീസുകാരെ നിയോഗിക്കുന്നു എന്ന ഗുരുതരമായ തെറ്റുകൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സുജയ, ഓക്കെ, ജെയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വിവാദ വിഷയമായി തന്നെ സുജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച ദൃശ്യങ്ങൾ തെളിവായി മുന്നിൽ നിൽക്കുമ്പോൾ ആ വിഷയം ശക്തമായി ഉയർത്തുകയാണ് പ്രതിപക്ഷം.